ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ സ്പെക്ക് വരുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര് വരുന്നത് Soundpeats Watch 2 എന്നാണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് 45.7, അതുപോലെ 42.6, 11.6 mm ആണ് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. വെയിറ്റ് വരുന്നത് 38 ഗ്രാമാണ്. റെസൊല്യൂഷൻ 240x240 ആണ്. ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ട് ചെയ്യും. പിന്നെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 220 mAh ആണ്. അതേപോലെ തന്നെ ഇൻപുട്ട് വരുന്ന ബാറ്ററീൻ്റെ ഇൻപുട്ട് വരുന്ന 5 വോൾട്ട്, അതുപോലെ തന്നെ 500 മില്ലി ആംപിയറാണ് വരുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസമാണ് പറയുന്നത്. വിത്ത് ഹാർട്ട് റേറ്റ് മെഷറിങ് ഓൺ ആക്കിയിട്ട് നമുക്ക് 7 ദിവസം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നീട് വാട്ടർ പ്രൂഫ് IP68 ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വരുന്ന 0.0°C മുതൽ 45°C വരെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ Soundpeats ലൈഫ് എന്ന് പറഞ്ഞ ഒരു പ്ലേ സ്റ്റോറിലെ ആപ്പാണ് ഇതിന് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോണിന് വേണ്ട മിനിമം റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 6 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഓപ്ഷനാണ് വേണ്ടത്. പിന്നീട് ആപ്പിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ iOS 11 മുതൽ മുകളിലേക്കുള്ള OS ആണ് ഈ ഒരു വാച്ചിൽ സപ്പോർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു യൂസർ മാനുവൽ വഴി ലഭിക്കുന്നുണ്ട്. ഇത് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സിൻ്റെ ആണ് കേട്ടോ. സ്റ്റെപ്സിൻ്റെ ഓപ്ഷനാണ് കണ്ടോ. പിന്നീട് BPM വരുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്സിജൻ, ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ 60 ആണ് കാണിക്കുന്നത് കേട്ടോ. ഒരു സ്പോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്പോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ജോഗിങ് ഉണ്ട്. ഒരു 12 സ്പോട്ട് മോഡ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ജോഗിങ് വരുന്നുണ്ട്, ഫാസ്റ്റ് വാക്കിംഗ് വരുന്നുണ്ട്. ജോഗിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ BPM എത്രയാണ്, നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു, എത്ര സമയം നടന്നു, കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫാസ്റ്റ് വാക്കിംഗ് ഉണ്ട്, ജോഗിങ് ഉണ്ട്, ബൈക്കിംഗ് ഉണ്ട്, ക്ലൈമ്പിംഗ് ഉണ്ട്, ക്ലൈമ്പിംഗ് ഉണ്ട്, സ്പിന്നിങ് ഉണ്ട്, യോഗ, ഇൻഡോർ റണ്ണിങ്, ഇൻറ്റിഗ്രേറ്റഡ് ട്രെയിനിങ്, ജിംനാറ്റിക്സ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, റോവിങ് ഉണ്ട്. ഒരുപാട് 12 സ്പോർട്ട് മോഡാട്ടോ അതിനകത്ത് വരുന്നത്. നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്കിതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ബൈക്കിങ്ങിൻ്റെ നോക്കാം. സൈക്കിളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആപ്പായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ. ക്ലൈമ്പിങ്ങിൻ്റെ ഓപ്ഷനാണ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്ക്രീൻ വരുന്നതാണ്. ഇവിടെ നമ്മുടെ BPM കാര്യങ്ങൾ കാണിക്കും. റൈറ്റ് സൈഡിലായിട്ട് കിലോമീറ്റർ കാണിക്കും. മുകളിൽ എത്ര ടൈം എടുത്തു എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഒരുപാട് സ്പോർട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വാച്ചാണ് അത്. പിന്നീടാണെങ്കിൽ ഇവിടെ എക്സസൈസ് റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ റെക്കോർഡാട്ടോ. നമുക്ക് ആഡ് ചെയ്യുന്ന നമ്മൾ ഒരു എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ ആഡാവും. അതിൻ്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡാവുന്നതാണ്. പിന്നീട് ഇവിടെ വെതറുണ്ട് കേട്ടോ. വെതർ നമുക്കിവിടെ നമ്മുടെ ലൊക്കേഷൻ ഫോൺ കണക്ട് ചെയ്തിട്ട് ലൊക്കേഷനൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വെതറും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പിന്നീട് സ്ലീപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് നമ്മൾ വാച്ച് കെട്ടിയിട്ട് നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നീട് നോട്ടീസ് എന്ന ഓപ്ഷനുണ്ട്. എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വരും. മ്യൂസിക് കൺട്രോൾ എന്ന ഓപ്ഷനുണ്ട്. ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ മ്യൂസിക് നമുക്ക് ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. മോർ ദൻ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ, ഇവിടെ മോർ ദൻ ഓപ്ഷൻ ഉണ്ട്. മോറിൽ പോകുകയാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, കൗണ്ട് ഡൗൺ ഉണ്ട്, ഫൈൻഡ് മൈ ഫോൺ എന്ന ഓപ്ഷൻ. എൻ്റെ ഫോണിൽ കണ്ടോ, ഇവിടെ നമുക്ക് ഫൈൻഡ് മൈ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോണിലൂടെ റിങ് ചെയ്ത സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണായിട്ട് എൻ്റെ സാംസങ് ഫോണായിട്ട് ഇവിടെ കണക്ട് ചെയ്തേക്കുവാണ്. ഫൈൻഡ് മൈ ഇപ്പോൾ എൻ്റെ ഫോൺ ഞാനിപ്പോൾ എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ
ഈ ഫൈൻഡ് ഫോൺ എന്ന ഓപ്ഷനിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ എവിടെയാണെന്നുള്ള കാണിക്കും കേട്ടോ. ഒരു അടിപൊളി ഫീച്ചറാട്ടോ അത്. പിന്നെ ഇവിടെ അതിൻ്റെ താഴെ തന്നെ ഇവിടെ ബ്രീത്ത് ട്രെയിനിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ടേക്ക് എ 1 ബ്രീത്ത് 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൗണ്ട് ഡൗൺ ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്റ്റോപ്പ് വാച്ച് ഇത് എങ്ങനെയാണ് വരുന്നത്, ഇവിടെ പ്ലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ആവുന്നതാണ്. സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാച്ചിൻ്റെ ഫേസ് നമുക്കിവിടെ മാറ്റാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ ഫേസാണ്, ഇത് രണ്ടാമത്തെ ഫേസാണ്. ഈ 2 ഫേസുമാണ് നമുക്ക് ഇതിനകത്തുള്ള 2 രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ. അത് എങ്ങനെ മാറ്റാം, പിന്നെ എങ്ങനെ മാറ്റാം, ഏത് രീതി വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നീട് നമുക്കിവിടെ ബ്രൈറ്റ്നെസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇവിടെ പ്ലസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ബ്രൈറ്റ്നെസ് കൂട്ടും, അതുപോലെ തന്നെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നതാണ്. നല്ല സണ്ണി ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ, നല്ല സൂര്യപ്രകാശമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി ഇവിടെ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും, കൂട്ടിയിടാനൊക്കെ സാധിക്കും. പിന്നെ എബൌട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ വാച്ചിൻ്റെ കറൻറ്റ് റണ്ണിങ് ആയിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നത്, ഏത് വേർഷനാണെന്നുള്ളതാണ് അതിനകത്ത്. പിന്നീട് പവർ ഓഫ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പവർ ഓഫ് ആവും. പവർ ഓഫ് ആണെങ്കിൽ ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ പവർ ഓഫ് ആവും. പിന്നീട് ഈ ബട്ടൺ വഴി നമുക്ക് ഓൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ ഇവിടെ അടിയിൽ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് സെറ്റിങ്സ് മാറ്റിയാലും അതിൻ്റെ അടിയിൽ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കോളും. ഇത് കൂടാണ്ട് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ സ്ക്രീനിൽ വരുന്നതാണ്. വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ വരും. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മളിത് കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം പറയുന്ന കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് യൂസ് ചെയ്തതിന് ശേഷം പറയുന്നതാണ്. നമുക്കിനി നോട്ടിഫിക്കേഷൻ്റെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ ആപ്പിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടെ മുകളിൽ ആഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വാച്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. Soundpeats വാച്ച് 2 എന്ന് പറഞ്ഞ വാച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വാച്ചിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ റിസീപ്റ്റ് ഓഫ് മൊബൈൽ ഫോൺ ബൈൻഡിങ് റിക്വസ്റ്റ് എന്നാണ്, അത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്തു. ടിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ കണക്റ്റഡ് സക്സസ്ഫുള്ളി ലോഡിങ് വർക്കൗട്ട്സ് റെക്കോർഡ്സ് എന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്, ഫേംവെയർ അപ്ഡേറ്റ് തന്നെ വരുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ക്യാൻസൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹോം സ്ക്രീൻ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് വാച്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഇതിനകത്ത് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷനൊക്കെ മാനേജ് ചെയ്യാം. ഇവിടെ ഒരു മെസ്സേജ് നോട്ടീസ് എന്ന ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് ഇവിടെ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, മെസ്സഞ്ചർ, ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം, അതേ കണ്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടും. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ മാത്രമായിട്ടാണ് വരിക കേട്ടോ. നമ്മളിപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ DND മോഡ് വരുന്നുണ്ട് ഇതിനകത്ത്, അലാറം ക്ലോക്ക് വരുന്നുണ്ട്, സെഡൻറ്ററി റിമൈൻഡർ വരുന്നുണ്ട്, ഇത് ഉറങ്ങാനുള്ള റിമൈൻഡറാണ്. ഇൻകമിങ് കോൾ നോട്ടീസ് നമുക്ക് ഓൺ ചെയ്യാം. റൈസ് അപ്പ് ആം ടു ലൈറ്റ് അപ്പ് സ്ക്രീൻ, അത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കയ്യിൽ കെട്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ കൈ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ അത് അതിൻ്റെ സ്ക്രീൻ ഓൺ ആവും. ഡ്യൂറേഷൻ ഓഫ് സ്ക്രീൻ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിലവിൽ 5 സെക്കൻഡാണ് കിടക്കുന്നത്, നമുക്കത് 15 സെക്കൻഡ് ആക്കി കൊടുക്കാം. ടൈം ഫോർമാറ്റ് നമുക്കിവിടെ 24 hours ഉണ്ട്, 12 hours ഉണ്ട്, നമുക്ക് 12 hours കൊടുക്കാം. പിന്നീട് നമുക്കിവിടെ ഈ ഡയൽ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ല. ഡയൽ സെറ്റിങ്ങിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇത്രയും ഡീറ്റെയിൽസ്, ഇത്രയും രീതിയിൽ നമുക്ക് ഈ ഡയൽ മാറ്റാൻ പറ്റും. ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓൺലൈൻ വാച്ച് പ്ലേറ്റ് ഉണ്ട്, പിന്നെ കസ്റ്റം ഡയൽ വരുന്നുണ്ട്.
നമുക്ക് വേറൊരു ഇതൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡിജിറ്റൽ മാറ്റിയിട്ട് ഒരു അനലോഗ് ടൈപ്പ് ഡയൽ സെലക്ട് ചെയ്യാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടൈം ഡോട്ട് കേജൺ എന്ന് പറഞ്ഞ ഒരു ഡയലാണ് കേട്ടോ. ഓൺലൈൻ സിങ്ക് പ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുകയാണ്. ഇപ്പോൾ വാച്ചിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല, വാച്ചിൽ സിങ്ക്രൊണൈസിങ് എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. അത് സിങ്ക്രൊണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഒരേ സമയം അതിനകത്ത് വീഡിയോ ഫോണിൽ ഓണാക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കാണിക്കാൻ സാധിക്കില്ല. വാച്ചിൽ ഇപ്പോൾ സിങ്ക്രൊണൈസിങ് എന്ന് എഴുതി കാണിച്ചിട്ടിരിക്കുകയാണ്. വാച്ചിലേക്ക് അത് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഡയൽ ഏകദേശം ഒരു 802 KB ഉള്ള ഫയലാട്ടോ. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ വാച്ചിലേക്ക്. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡയലും കൂടെ നമ്മുടെ വാച്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ സിങ്ക്രൊണൈസേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വാച്ചിൻ്റെ സ്ക്രീൻ ഇപ്പോൾ ഈ ഒരു ഫോണിൽ കാണിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആവുന്ന കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒരു തീമിനകത്ത് വന്നേക്കണുണ്ടോ. ഇപ്പോൾ നമ്മളിതാണ് ഡൗൺലോഡ് ചെയ്ത ഒരു യെല്ലോ കളർ തീമാണ് അതിനകത്തേക്ക് സിങ്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ആപ്പ് വഴിയിട്ട് നമുക്ക് നമ്മുടെ തീമും കാര്യങ്ങളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു വാച്ചിൽ. പിന്നീട് നമുക്കിവിടെ ഈ ഡയൽ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ല. ഡയൽ സെറ്റിങ്ങിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ഇത്രയും ഡീറ്റെയിൽസ് ഇത്രയും രീതിയിൽ നമുക്ക് ഈ ഡയൽ മാറ്റാൻ പറ്റും. ഒരുപാട് തീമും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൂടാണ്ട് ഇവിടെ കസ്റ്റം ഡയൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കേട്ടോ. ഈ കസ്റ്റം ഡയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോട്ടോ മാറ്റി കൊടുക്കാം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഉണ്ട്. ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് പിക്ചർ എന്ന ഓപ്ഷനിൽ പോയി ഞാൻ ഇവിടെ ഫോട്ടോ ആൽബം എന്ന ഓപ്ഷനിൽ പോയി ഈ ഒരു സൈഡിൽ ടൈം വരാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ടൈം കണ്ടോ, ടൈം റൈറ്റ് സൈഡിൽ വരും, നമ്മുടെ ഫോട്ടോയുടെ വരും. നമുക്കിനി ഇവിടെയുള്ള അടിയിലുള്ള ഓൺലൈൻ സിങ്ക് പ്ലേറ്റ് എന്ന ഓപ്ഷനിലാണ് നമുക്കിനി സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോഴും ഈ ഒരു വാച്ചിൽ സിങ്ക്രൊണൈസിങ് എന്ന് കാണിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ. അതിപ്പോൾ സിങ്ക് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഫോട്ടോ നമുക്ക് നോക്കാം, ഈ ഒരു ഫോട്ടോ നമ്മുടെ സ്ക്രീനിൽ വരുമെന്ന് വാച്ചിൻ്റെ. അപ്പോൾ നമ്മുടെ വാച്ചിലേക്ക് നമ്മൾ ആ ഒരു ഫോട്ടോ ആഡ് ചെയ്തു. നമുക്കിനി നമ്മുടെ സ്ക്രീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല. കണ്ടോ, നമ്മുടെ എൻ്റെ ഒരു ഫാമിലി ഫോട്ടോ അതെ ആ ഒരു വാച്ചിൻ്റെ സ്ക്രീനിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സിങ്ക് ചെയ്ത ഫോട്ടോ ഇതേപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ചിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. ഈ വാച്ച് സംബന്ധിച്ച് കൂട്ടുകാർക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങൾ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇതിൻ്റെ യൂസർ റിവ്യൂയും കാര്യങ്ങളൊക്കെ നമ്മൾ ഭാവിയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ ഈ ഒരു ചാനലിൽ, ഇതെങ്ങനെയുണ്ട് യൂസ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അത് കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.